വലിയവനും പരിശുദ്ധനുമായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ എന്ന് യൂദായുടെ ലേഖനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ കരുണയും സമാധാനവും സ്നേഹവും ദിനംപ്രതി വർദ്ധിച്ചു വരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ അവിടുത്തെ കരുണ ഞങ്ങളെ പൊതിഞ്ഞ് വഴി നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയില്ല എങ്കിൽ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടുത്തെ സമാധാനം, അവിടുത്തെ സ്നേഹവും ഞങ്ങളുടെ ഉള്ളിൽ ഓരോ നിമിഷവും വർദ്ധിച്ചു വന്നില്ല എങ്കിൽ ദൈവമേ, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കരുണയോടുകൂടെ ജീവിക്കാൻ കഴിയുകയില്ല. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിലൂടെ സമാധാനം നിലനിർത്തുവാനും ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ അവിടുത്തെ കരുണ ഞങ്ങളോട് കൂടിയിരുന്ന് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഈ പകലിൽ ഞങ്ങളുടെ യാത്ര അങ്ങയുടെ കരുണയോടുകൂടി ആയിരിക്കാൻ ഇടയാക്കണം. ഞങ്ങൾ യാത്ര ചെയ്യുന്നിടത്ത് അവിടുത്തെ കൃപയും സാന്നിധ്യവും ഉണ്ടാകണം. ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് അവിടുത്തെ കൃപയും സമാധാനവും സ്നേഹവും ഒഴുകി വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കണ്ടുമുട്ടുന്നവർ അങ്ങയെ കണ്ടുമുട്ടുവാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ ഇടയാക്കണം. എല്ലാ രോഗികളെയും സൗഖ്യമാക്കണം. ഏതു മാറാരോഗത്തെയും മാറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം കരുണ കൊണ്ട് പൊതിഞ്ഞ് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ഒരു പകലായി മാറുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിനയപൂർവ്വം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.